ഹലോ ഗൈസ്, നിങ്ങൾക്ക് എളുപ്പമായിട്ട് ലെവൽ പുഷ് ചെയ്യണോ? ലെവൽ കൂട്ടാൻ വേണ്ടി പലതരം ടിപ്പ് ആൻഡ് ട്രിക്സ് നമ്മൾ ഇതിൽ പറയണം. പിന്നെ ഇതിനുവേണ്ടി നമ്മളൊരു ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷനും ഉണ്ട്. ലെവൽ കൂടാതെ അതിൽ 2 തരം ടിപ്സാണ് ഉള്ളത്. അപ്പോൾ അവസാനം വരെ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക. നമ്മളിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ക്യാരക്ടർ സ്കിൽ കോംബോനെ കുറിച്ചാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റുള്ള ആക്റ്റീവ് ക്യാരക്ടറാണ് വൂക്കോങ്. വൂക്കോങ്ങിനാണെങ്കിൽ എന്താ പവർ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ എനിമി അടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബുഷ് ഇട്ട് നീങ്ങാൻ പറ്റും. അപ്പോൾ എനിമീസിനെ നമുക്ക് അടിക്കാനും പറ്റില്ല. ഇപ്പോൾ എനിമീസ് നല്ല ഉന്നുള്ള എനിമിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഗ്ലൂ വാൾ ഇട്ടിക്കുക. ഗ്ലൂ വാളൊന്നും ഇല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക, വൂക്കോങ് ഇട്ടിട്ട് എനിമിന് മുമ്പിലേക്ക് ഇട്ട് എനിമീനെ നമുക്ക് അടിച്ചിടുക. ഇപ്പം ഞാൻ കുറേ ക്ലിപ്സൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ സ്കില്ലാണ് വൂക്കോങ്, നമ്മുടെ ആദ്യത്തെ ആക്റ്റീവ് സ്കിൽ ക്യാരക്ടർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വൂക്കോങ്ങിൻ്റെ റീപ്ലേ മോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. Takedown. First doom. Help me! മൂന്ന് പാസീവ് ക്യാരക്ടറിൽ ആദ്യത്തെ പാസീവ് ക്യാരക്ടറാണ് നമ്മുടെ ഹയാട്ടോ. എലൈറ്റഡ് ഹയാട്ടോ ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഹയാട്ടോ ക്യാരക്ടറിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ എനിമി നമുക്ക് നല്ല ഡാമേജ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെനട്രേഷൻ, നമ്മുടെ ആർമറിൻ്റെ പവർ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കും. പെനട്രേഷൻ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ എനിമി നമ്മളെ മുമ്പിൽ നിന്നാണ് അടിക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പവർ നമ്മുടെ പവർ നമുക്ക് കുറച്ച് കൂടുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഹയാട്ടോൻ്റെ പവർ. നമ്മുടെ രണ്ടാമത്തെ പാസീവ് ക്യാരക്ടർ ആരാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ലൂണയാണ്. ലൂണേൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു എനിമീനെ അടിച്ചിട്ട് നമ്മൾ ആ എനിമീനെ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേറ്റ് ഓഫ് ഫയർ കൂടും. റേറ്റ് ഓഫ് ഫയർ ആകെ ഒരു 2-3 സെക്കൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ചുറ്റും എനിമിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ എനിമീനെ നമുക്ക് നന്നായിട്ട് സ്കില്ലെടുക്കാൻ പറ്റും. അപ്പോൾ റേറ്റ് ഓഫ് ഫയർ നല്ലുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലൂണ. മൂന്നാമത്തെ ക്യാരക്ടർ ഏതാണെന്ന് വെച്ചാൽ മീഷ എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര്. മിഷ ക്യാരക്ടറിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ, ഈ മിഷ ക്യാരക്ടർ നമുക്ക് ഏറ്റവും ആവശ്യം വരാൻ പോകുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലെവൽ പുഷിങ്ങിൽ. മീഷ ക്യാരക്ടറിൻ്റെ പവർ പലർക്കും അറിയണതാണ്, പക്ഷേ ചിലവർക്കൊന്നും അറിയില്ല. അപ്പോൾ ക്യാരക്ടർ സ്കില്ല് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വെഹിക്കിൾസിലാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല വെഹിക്കിൾസിലാണ് ശരിക്കും പോകേണ്ടത് നമ്മുടെ ഈ ലെവൽ പുഷിങ്ങിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ വെഹിക്കിൾസിൽ പോകുമ്പോൾ നമ്മുടെ സാധാ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് 10 ഇരട്ടി സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ടാവും മിഷ ക്യാരക്ടർ ഉണ്ടെങ്കിൽ. വണ്ടി ഓടിക്കുമ്പോൾ മിഷ ക്യാരക്ടറിൻ്റെ ഇത് ഓണാവും. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ മിഷ ക്യാരക്ടർ ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ എനിമി നമ്മൾ അടിക്കുമല്ലോ. അപ്പോൾ അടിക്കണതിൽ 20% ഡാമേജ് കുറച്ചിട്ടായിരിക്കും നമ്മുടെ മേത്തേക്ക് ഡാമേജ് വരിക. അപ്പോൾ നമുക്കിപ്പോൾ ബൈക്കിലാണെങ്കിലും നമ്മൾ ചാവൊന്നുമില്ല. കാരണം അപ്പോഴേക്കും നമ്മുടെ 10% സ്പീഡ് ഉള്ളതുകൊണ്ട് നമ്മൾ പറപ്പിച്ച് വിടും. ഇത്രയ്ക്കും ആയപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെവൽ ക്യാരക്ടർ സ്കിൽ കോംബോ കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മുടെ രണ്ടാമത്തെ ടിപ്സ് ഞാൻ കാണിക്കുകയാണ്. പ്ലേയിങ് ടിപ്സാണ് നമ്മുടെ രണ്ടാമത്തെ. പ്ലേയിങ് ടിപ്സിൽ നമ്മളെന്താ വെച്ചാൽ എങ്ങനെ കളിക്കുക എന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ മാക്സിമം എല്ലാ മാപ്പും ഡിലീറ്റ് ചെയ്ത്, നിങ്ങൾക്ക് അറിയണ മാപ്പ് ഇപ്പോൾ ബർമുഡ മാത്രമാണെങ്കിൽ എല്ലാ മാപ്പും ഡിലീറ്റ് ചെയ്തിട്ട് ബർമുഡ മാത്രം അങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് കളിക്കുമ്പോൾ ബർമുഡ മാത്രമേ വരുള്ളൂ. ബർമുഡയിൽ നമ്മൾ ലെവൽ പുഷിങ്ങിൽ മാക്സിമം സെൻറ്റോസയിലാണ് ഇറങ്ങേണ്ടത്. സെൻറ്റോസയിൽ അധികം എനിമീസൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല.
അപ്പോൾ കൂടുതലും സർവൈവ് ചെയ്യാൻ സെൻറ്റോസയിലാണ് അങ്ങനെ ആൾക്കാർ ഇറങ്ങാറില്ല. ഇപ്പം ഫുള്ളും അറ്റാക്കിങ് പ്ലേയേഴ്സ് ആയതുകൊണ്ട് പുതിയതൊക്കെ ഫുള്ളും റഷ് ചെയ്ത് കളിക്കണവരാ. അപ്പോൾ നമുക്കിവിടെ സുഖമായിട്ട് ഇറങ്ങിയിട്ട് ഈ സെൻറ്റോസ് ഫുള്ളുണ്ട് ലൂട്ടാം. അവിടെയാണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ സെൻറ്റോസ് ഫുള്ളുണ്ട് ലൂട്ടാൻ നമുക്ക് പറ്റും. ഒരു മുക്കിൽ ഇറങ്ങിയിട്ട് സെൻറ്റോസ് ഒരു മുക്കിലാണല്ലോ, അപ്പോൾ ഒരു എനിമി ഇല്ല. പിന്നെ നമ്മൾ ഫുള്ള് നമ്മൾ സർവൈവ് ചെയ്താണ് മാക്സിമം നിങ്ങൾ കളിക്കേണ്ടത്. എല്ലാം നിങ്ങൾ നിൽക്കുന്ന സൈഡിലേക്ക് സോണൊക്കെ വരുമ്പോൾ ഒന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടിയാൽ ആ വണ്ടിയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. എന്നിട്ട് മാക്സിമം സോണിൻ്റെ ഒപ്പം വേണം പോകാൻ. പിന്നെ സോണിൻ്റെ അപ്പുറത്തേക്ക് ദൂരെ പോകരുത്, സോണിൻ്റെ ബാക്കിലേക്കും പോകരുത്. സോണിൻ്റെ ഉള്ളിലേക്ക് പോയാൽ എന്തെങ്കിലും ചാവും ചെയ്യും. സോണിൻ്റെ അപ്പുറത്തേക്ക് നല്ല പോയാൽ അവിടെ എനിമി ഉണ്ടാവും. അപ്പോൾ ഒരു മീഡിയമായിട്ട് നമ്മൾ സോണിൻ്റെ കൂടെ പോവുക, അല്ലാതെ അങ്ങോട്ട് പറപ്പിച്ച് വിട്ടിട്ട് ചാവാനൊന്നും നിങ്ങൾ നിൽക്കരുത്. പിന്നെ ഒരു 5 ലൈവൊക്കെ ആകുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് 5 ലൈവ് വരെ നിങ്ങൾ കളിച്ച് 5 ലൈവ് വരെ നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് ലെവൽ നന്നായിട്ട് പുഷ് ആവാൻ പറ്റും. പിന്നെ നമ്മൾ ലെവൽ പുഷിങ്ങിന് ഏറ്റവും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ലെവലിംഗ് EXP കാർഡ്. EXP കാർഡ് എങ്ങനെ എടുക്കാമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ വാളത്തിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് നമ്മൾ നേരെ ഈ ഓറഞ്ച് കളർ ഹീറോയ്ക്കുള്ള സാധനം എക്സ്ചേഞ്ച് വെക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ മുമ്പിൽ തന്നെയാണ് EXP കാർഡ്. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ക്ലെയിം എലബിൾ എന്നുള്ളതില്ല, അതൊന്ന് ഞെക്കിയിട്ട് 200 ഈ ഓറഞ്ച് കളർ ഹീറോയ്ക്കുള്ള ടോക്കൺ ഒന്ന് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ ലൈക്ക് ബട്ടൺ എന്തായാലും ഞെക്കിയിട്ട് നമുക്കൊരു 100 അല്ലെങ്കിൽ 50 ലൈക്ക്, അത്ര ഉള്ളൂ നമ്മുടെ ടാർഗറ്റ്. അത്രയ്ക്ക് മതി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.